കണ്ടിട്ട് ഒരു ഗോതമ്പുണ്ടയുടെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും സംഭവം ടേസ്റ്റി ആണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. കാരണം ഇത് അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. നമ്മൾ റാഗി പൗഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. റാഗിയുടെ കളർ എന്താ ഇങ്ങനെയെന്ന് വിചാരിക്കുന്നവരോട് ഇത് റിഫൈൻഡ് റാഗി പൗഡറാണ് കേട്ടോ. മറ്റേതിനൊരു റെഡിഷ് ബ്രൗൺ ഷെയ്ഡായിരിക്കും. ഇത് ഒരു ഓഫ് വൈറ്റ് ടച്ചിലൊക്കെ വരുന്നൊരു കളറാണ്. ഒരു കപ്പ് റാഗി പൗഡർ സെയിം അതേ കപ്പിൽ 2 കപ്പ് വെള്ളവും ആദ്യത്തെ 1 കപ്പ് വെള്ളത്തിൽ 2 സ്പൂൺ റാഗി മാത്രം എടുത്ത് മിക്സ് ചെയ്ത് നെയ്യ് ഒന്ന് പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ മിക്സ് ചെയ്ത ആ ഒരു വാട്ടർ ഇതിനകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ 2ാമത്തെ കപ്പ് വെള്ളവും കൂടി ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ നമ്മുടെ ബാലൻസ് ഉള്ള റാഗി പൗഡർ ഉണ്ടല്ലോ 1 കപ്പ് ഇവിടെ ഇതിനകത്തോട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കട്ടയായിട്ട് വരും. അതിങ്ങനെ ഒരു പശ പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് തുടങ്ങും. റാഗിയുടെ ഒരു കൺസിസ്റ്റൻസി അങ്ങനെയാണല്ലോ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കർ പാൻ ആയതുകൊണ്ട് വലിയ കഷ്ടപ്പാടും ഒട്ടിപ്പിടുത്തവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ സെറ്റാവും. എന്നിട്ട് 2 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് സിമ്മിലിട്ട് വേവിക്കുക. അത് കഴിഞ്ഞ് തുറന്ന് കഴിയുമ്പോൾ തീ ഓഫാക്കി മൂടി വെക്കുക 10 മിനിറ്റ്. എന്നിട്ട് ഇതേപോലെ ഒരു പ്ലേറ്റിലെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ കയ്യിൽ കുറച്ച് ഗീയോ അല്ലെങ്കിൽ എണ്ണയോ തടവിയില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കും. അപ്പം ഞാൻ എന്തായാലും കുറച്ച് എണ്ണ എടുത്തൊന്ന് തടവിയിട്ട് ഇതുപോലെ ഉണ്ടയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. റെസിപ്പീസൊക്കെ നോക്കിയപ്പോൾ മിക്കവരും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വെജ് കറികളാണ് ചൂസ് ചെയ്തത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പരിപ്പ് കറിയാണ്. അപ്പോൾ കർണാടകക്കാരുടെ ഒരു മെയിൻ ഡിഷാണ് ഇതെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെയാണ് എനിക്ക് ഇച്ചിരി ടെൻഷൻ ഉള്ളത്. ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. ഇത് ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നല്ലൊരു സിമ്പിൾ റെസിപ്പി കിട്ടിയതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടാവും. എന്തായാലും നല്ലതായിരുന്നു കേട്ടോ. അതായത് സ്മൂത്തായിട്ട് നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ടുള്ള ഒരു ഭക്ഷണം, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ചോറൊന്നും ഉണ്ടാക്കിയിട്ട് വെറുതെ കഴിക്കില്ലല്ലോ, കറി കൂട്ടിയല്ലേ കഴിക്കുക. അതേപോലെ ഇതും കറി കൂട്ടി കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ.